ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻ ചേരായുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്ന് കർത്താവിൻ്റെ കഠിനമായ ഉപദേശങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദ ടീച്ചിങ്സ് ആൻഡ് ദ ഹാർഡ് സേയിങ്സ് ഓഫ് ജീസസ്, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 3 വിഷയങ്ങൾ കർത്താവ് പഠിപ്പിക്കുന്നു. 1 വിവാഹം, 2 ഉപേക്ഷണം ഡിവോഴ്സ്, 3 പണം. വിവാഹം, ഉപേക്ഷണം, പണം. മാരേജ്, ഡിവോഴ്സ് ആൻഡ് മണി. ഒരു പക്ഷെങ്കിൽ ഈ കാലഘട്ടത്തിന് യൗവനക്കാരുടെ ഇടയിൽ പ്രത്യേകിച്ച് ആവശ്യമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ താമസിച്ച് വരുന്നതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഈ തലേ ദിവസത്തെ ശനിയാഴ്ച രാത്രി അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസത്തെ ബന്ധപ്പാട് കൊണ്ടാണ്, നിങ്ങൾ ക്ഷമിക്കണം. അടുത്ത പ്രാവശ്യം തൊട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ബി ഓൺ ടൈം. ചിലപ്പോൾ മീറ്റിംഗ്സ് എല്ലാം തീരുമ്പം ഒരുപാട് താമസിക്കും. പിന്നെ നമ്മൾ തിരിച്ചു വന്ന് രാവിലെ എഴുന്നേറ്റ് ഒന്ന് ധ്യാനിച്ച് നമ്മുടെ തോട്ട്സ് എല്ലാം ഗ്യാദർ ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് സമയമാകും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സോ ഐ വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ഓൺ ദ ടൈമിംഗ് നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ്. ഇന്നലെ ഡിസൈപ്പിൾ എന്ന് പറയുന്ന പ്രോഗ്രാം, അതിനെക്കുറിച്ച് ഞങ്ങൾ 1.5 വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സെഷനിൽ പറയാം. വെരി ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാം, അത് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായി അടുത്ത ആഴ്ച ഞാൻ പങ്കുവയ്ക്കും. ദൈവം ഹിതമാണെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഡിസൈപ്പിൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ആ പ്രോഗ്രാം ചെയ്യണം. ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോഗ്രാം ഫോർ റണ്ണിങ് അറ്റ് യുവർ ഹോം. നിങ്ങൾ കുറച്ച് പേർക്ക് വേണ്ടി, അഡൾട്ട്സ് ആയാലും ചെറുപ്പക്കാർക്കായാലും ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രോഗ്രാമാണ്. അതിൻ്റെ ഫുൾ പാക്കേജ്, ഓൾ ദ മെറ്റീരിയൽസ് നീഡഡ് വിൽ ബി ഗിവൺ ടു യു. അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. യു ക്യാൻ ഡു ഇറ്റ് ഫോർ യുവർ ചിൽഡ്രൻ, യു ക്യാൻ ഡു ഇറ്റ് ഫോർ യുവർ ഫ്രണ്ട്സ്, യു ക്യാൻ ഡു ഇറ്റ് ഫോർ യുവർ ചിൽഡ്രൻസ് ഫ്രണ്ട്സ്, യുവർ വർക്ക് കൊളീഗ്സ്. 2 വർഷത്തെ ഒരുപാട് പ്രയത്നത്തിന് ശേഷമാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഐ ഗിവ് യു ഓൾ ദ ഡീറ്റെയിൽസ് ഇൻ ദ കമ്മിങ് വീക്സ്. അപ്പോൾ അതിൻ്റെ കിക്ക് ഓഫ് ആയിരുന്നു തിരുവല്ലയിൽ ഇന്നലെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് താമസിച്ചു പോയി, ക്ഷമിക്കണം. ആട്ടെ, നമുക്ക് സെഷൻസിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ നമ്മളായിരിക്കുന്നത് 5ാമത്തെ സെക്ഷനാണ്. 14 to 20, ചാപ്റ്റേഴ്സ് 14 to 20, 14 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ യേശു കർത്താവിൻ്റെ പഠിപ്പിക്കലുകളാണ്. ഇങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ കേട്ടിട്ടാണ് ഇത് കഠിന വാക്കുകൾ എന്ന് ജനം പറഞ്ഞത്. ദീസ് ആർ ഹാർഡ് സേയിങ്സ്. ഇത് പ്രയാസമുള്ള കാര്യമാണ്. യേശു കർത്താവിൻ്റെ വചനങ്ങൾ വളരെ സൗമ്യമായ വാക്കുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിലുള്ള ദൂത് ചിലപ്പോൾ വളരെ കഠിന വാക്കുകളായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കഠിനമായ ഒരു ഭാഗമാണ് ഈ പറയുന്ന ഈ 19ാമത്തെ അധ്യായം. ഓക്കെ, നമുക്ക് 19ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. 19:1-6, മാത്യു ചാപ്റ്റർ 19 വേഴ്സസ് 1-6. വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ട് യേശു ഗലീല വിട്ടു. യോർദാൻ അക്കരെ യഹൂദ്യ ദേശത്തിന്റെ അതിരോളം ചെന്ന് വളരെ പുരുഷാരം അവനെ പിൻചെന്നു. അവൻ അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തത് എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ 2 അല്ല 1 ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് ഒരു ചോദ്യവുമായിട്ട് വരികയാണ്. എന്തിനു വേണ്ടിയാ? ട്രിക്ക് ക്വസ്റ്റ്യൻ, ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ട്രാപ്പ് ചെയ്യാൻ ഇങ്ങനൊരു ചോദ്യം കൊണ്ട് പരീശന്മാർ വരുന്നത്? അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. ആ കാലത്ത് വളരെ പ്രബലരായ 2 റബ്ബിമാരുണ്ടായിരുന്നു. റബായ് ഷെമായി എന്ന് പറയുന്ന ഒരു റബായും റബായ് ഹിലേൽ എന്ന് പറഞ്ഞ ഒരു 2 റബ്ബിമാരുണ്ടായിരുന്നു. അപ്പൊ ഈ 2 റബ്ബിമാര് 2 വ്യൂസാണ് വിവാഹമോചനത്തെക്കുറിച്ച്, അല്ലെ ഉപേക്ഷണത്തെക്കുറിച്ച്. അപ്പോൾ ഉപേക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ റബായ് ഷെമായി എന്ന് പറയുന്നത് ഇച്ചിരി കൺസർവേറ്റീവ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒരിക്കലും പെട്ടെന്ന് എടുത്തു ചാടി ഒരു ഉപേക്ഷണത്തിലേക്ക്, ഒരു ഡിവോഴ്സിലേക്ക് പോകരുത്. അതുകൊണ്ട് അതിന് പ്രത്യേകമായ ചില കാര്യങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൂടാതെ ഒരിക്കലും ഉപേക്ഷണത്തിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ആവർത്തന പുസ്തകം 24ാമത്തെ അധ്യായത്തിന്റെ 1ാമത്തെ വാക്യം വളരെ കൺസർവേറ്റീവായിട്ട് അദ്ദേഹം വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൂട്ടർ ഈ റബായ് ഷെമയുടെ കൂട്ടത്തിലാണ്. എന്നാൽ അതേ സമയത്ത് റബായ് ഹിലേൽ എന്ന് പറയുന്ന ഒരു റബായ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത്, a man could divorce his wife for any displeasing reason.
ഏത് കാരണവശാലും പുരുഷന് ഭാര്യയെക്കുറിച്ച് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഉപേക്ഷിക്കാം. ഉദാഹരണത്തിന് തൻ്റെ ഭക്ഷണം ശരിയായില്ലെങ്കിൽ ഉപേക്ഷിക്കാം. അങ്ങനാണെങ്കിൽ എത്രയോ പേര് ഈ സമയമാകുമ്പോഴത്തേക്ക് ഉപേക്ഷിക്കപ്പെടണം അല്ലേ? ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിച്ചു, ശബ്ദം ഉയർത്തി സംസാരിച്ചു, ഉപേക്ഷിക്കാം. അല്ലെങ്കിൽ വേറൊരു സ്ത്രീയെ സ്വന്തം ഭാര്യയേക്കാൾ ആകർഷണീയമായി തോന്നിയാൽ ഭാര്യയെ ഉപേക്ഷിക്കാം. അപ്പോൾ ദേ ഹാഡ് എ വെരി ലോ വ്യൂ ഓഫ് വിമൻ അല്ലേ? വെരി ലോ വ്യൂ ഓഫ് വിമൻ. അങ്ങനല്ല ഷമായി ഹിലേലിന്റെ അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഒരുപാട് പേര് ഈ ഹിലേലിനെ പിൻഗമിക്കാൻ തുടങ്ങി. അപ്പോൾ പരീക്ഷന്മാർ ഓടി വന്നിട്ട് പറഞ്ഞു, റബ്ബായ് ഷമായി പറയുന്നതാണോ റബ്ബായ് ഹിലേൽ പറയുന്നതാണോ ഞങ്ങളിപ്പോൾ ട്രിക്ക് ക്വസ്റ്റ്യൻ. ഈ എങ്ങനെയെങ്കിലും യേശു കർത്താവിനെ കൊടുക്കണമെന്നൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ ഈ പരീക്ഷന്മാർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രിക്ക് ക്വസ്റ്റ്യൻ്റെ ഇടയിൽ ലുക്ക് അറ്റ് ജീസസ് ഹൈ വ്യൂ ഓഫ് മാരേജ്. യേശു കർത്താവിന് വിവാഹത്തെക്കുറിച്ചുള്ള തൻ്റെ ആ വലിയ കാഴ്ചപ്പാട്. അപ്പോൾ 1 മുതൽ 6 വരെ ഉള്ളത് പറയുമ്പോൾ കർത്താവ് പറയാണ്, റബ്ബായ് ഹിലേലിനെ നോക്കണ്ട, റബ്ബായ് ഷമയെ നോക്കണ്ട, നിങ്ങൾ തിരുവചനത്തിലേക്കും തിരുവെഴുത്തുകളിലേക്കും തിരിച്ചു പോകും. വിച്ച് ഇസ് ദ ഫസ്റ്റ് ലെസൺ ഫോർ അസ്. ആളുകൾ വന്ന് എന്നോട് പറയും, ചെറിയ ഇന്നയാളുടെ ക്യാമ്പിലാണോ മറ്റേ ആളുടെ ക്യാമ്പിലാണോ, വിച്ച് വ്യൂ? അപ്പം ഞാൻ പറയും, ഞാൻ ഒറ്റ വ്യൂ ഉള്ളൂ, വേദപുസ്തകം എന്തു പറയുന്നു ആ വ്യൂ ആ. അല്ലാതെ ഇന്ന ആളിനെ നമ്മൾ പിൻപറ്റുന്നുണ്ടോ, ഇന്ന ശരിയാണ്, ഒരു പക്ഷെങ്കിൽ ആ പറയുന്ന ആൾ കറക്റ്റ് ആയിട്ടുള്ളതാ പറയുന്നതെങ്കിൽ നോ പ്രോബ്ലം, നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ബട്ട് വി ആർ നോട്ട് ഹിയർ ടു ടേക്ക് സൈഡ്സ് അല്ലേ? ഈ യോശുവയുടെ മുമ്പിൽ ദൈവദൂതൻ എന്ന് പറഞ്ഞാൽ പ്രീ ഇൻകാർണറ്റ് ക്രൈസ്റ്റ് വന്ന് മുമ്പിൽ നിൽക്കുക. അപ്പൊ യോശുവയ്ക്ക് ഒരൊറ്റ ചോദ്യം, നീ അവരുടെ കൂട്ടത്തിലുള്ളതാണോ, നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാണോ? ആർ യു ഓൺ ദെയർ സൈഡ് ഓർ ആർ യു ഓൺ അവർ സൈഡ്? അപ്പോ പുള്ളി പറഞ്ഞു, ഐ എം നോട്ട് ഹിയർ ടു ടേക്ക് സൈഡ്സ്, ഐ ഹാവ് കം ടു ടേക്ക് ഓവർ. എന്ന് പറഞ്ഞാൽ നീ എൻ്റെ ഭാഗത്താണോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് എപ്പോഴും എങ്ങനെയാണെന്നറിയോ? പൊളിറ്റിക്കലി നിങ്ങൾ ഈ സൈഡാണോ ആ സൈഡാണോ, നിങ്ങൾ റൈറ്റ് ആണോ നിങ്ങൾ ലെഫ്റ്റ് ആണോ? സൈഡ് എടുക്കരുതെന്നല്ല ഞാൻ ഈ പറഞ്ഞത്, പക്ഷെ നമ്മൾ ആകെ മൊത്തം ചെയ്യേണ്ട ഒന്നാമത്തെ. അപ്പോൾ യേശു കർത്താവ് പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ഹിലേലിന്റെ ഭാഗമാണോ ഷമായുടെ ഭാഗമാണോ ശരി എന്നുള്ളതല്ല ഇപ്പോഴത്തെ വിഷയം, തിരുവചന പ്രകാരം എന്താണ്. അപ്പോൾ ഉപേക്ഷിക്കാമോ, ഉപേക്ഷിക്കാൻ പറ്റത്തില്ലയോ, ഏത് കാരണത്താൽ ഉപേക്ഷിക്കാം എന്നുള്ള ചോദ്യത്തിന് തുടങ്ങുന്നത് എവിടാന്നറിയോ? യേശു കർത്താവ് തുടങ്ങുന്നത് എന്താണ് വിവാഹം എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ പ്രിയമുള്ളവരെ, ഇപ്പം നമ്മുടെ ജീവിതത്തിലും ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കോൺട്രവേഴ്സിയെ അഡ്രസ്സ് ചെയ്തതിനെക്കാട്ടിലും, കോൺട്രവേഴ്സി അഡ്രസ്സ് ചെയ്യരുതെന്നല്ല ഞാൻ ഈ പറയുന്നത്, പക്ഷെ കോൺട്രവേഴ്സിയെ അഡ്രസ്സ് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാണെന്നറിയാമോ? സത്യമായത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം അഡ്രസ്സിങ് ഇന്നയാൾക്കുള്ള മറുപടി, ഇതിനുള്ള മറുപടി, ഈ മറുപടി കൊടുത്ത് ഏത് ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നതെന്ന് പോലും അറിയാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യു ഹാവ് ടു കണ്ടിന്യൂസ്ലി എക്സ്പോസ് പീപ്പിൾ ടു ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് പീപ്പിൾ ഫ്രീ. നമ്മൾ ഈ എല്ലാത്തിനുള്ള മറുപടിയും ഇവർക്കുള്ള അത് കൊടുക്കരുതെന്നല്ല ഞാൻ ഈ പറയുന്നത്, പക്ഷെങ്കിൽ വൺസ് യു സ്റ്റേറ്റ് ദ ട്രൂത്ത് വിൽ സെറ്റ് പീപ്പിൾ ഫ്രീ. നമ്മുടെ ഈ സൂം സെഷൻസിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എന്താണ്? ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് സത്യം വാക്യമായി പഠിപ്പിച്ചത് കൊണ്ട് എല്ലാത്തിനുമുള്ള മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ മനസ്സിലാകും. അപ്പോൾ എന്ത് പറ്റും? ഇങ്ങനെയുള്ള തെറ്റായ ഉപദേശങ്ങളും തെറ്റായ ചിന്തകളും വരുമ്പോൾ വചനം എന്താ പഠിപ്പിക്കുന്നതെന്ന് ഓട്ടോമാറ്റിക്കലി അവർക്കറിയാം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞു, ഉപേക്ഷണത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, പക്ഷെ അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് വിവാഹം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ യേശു കർത്താവ് പറയുന്നു, ഒന്ന്, ആദ്യം ദൈവം ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അപ്പോൾ ആദ്യം തുടങ്ങേണ്ടത് ഫണ്ടമെന്റൽസ്. എന്താണ് ഫണ്ടമെന്റൽസ്? ദാറ്റ് മാരേജ് ഇസ് ബിറ്റ്വീൻ വൺ മെയിൽ ആൻഡ് വൺ ഫീമെയിൽ, which means marriage will be monogamous and marriage will be heterosexual. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയും ഏതെങ്കിലും യൂത്ത് ക്യാമ്പിൽ വന്ന് എന്തുകൊണ്ടാണ് നമ്മൾ
ഗേ മാരേജസ് അല്ലെങ്കിൽ ലെസ്ബിയൻ മാരേജസ് നമ്മൾ അപ്രൂവ് ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ ആരുടെ തോട്ട് പ്രോസസ് ആണോ കൾച്ചറലി പ്രോഗ്രസീവ് ആണോ എന്നുള്ളതൊന്നുമല്ല നമ്മുടെ ഡിസ്കഷൻ. ആദിയിൽ അവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആൻഡ് ഹെൻസ് irrespective of your feelings, marriage will always be between one male and one female. അത് പറയാനുള്ള തൻ്റെ ഇടം ദൈവമൊക്കെ കൊണ്ടാകണം. എന്തുകൊണ്ടാ? Because the scriptures say so. Oh, but I feel different. Your feelings are okay. Your feelings may change. The word of God does not change. അപ്പോൾ അങ്ങനെ ആധികാരികമായി ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ട് നിലപാടെടുക്കാൻ നമ്മൾ ദൈവമക്കൾ ബാധ്യസ്ഥരാ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അല്ല, ബട്ട് ദെൻ ഐ ഹാവ് എ ഫ്രണ്ട് ഹു ജെനുവിൻലി ബിലീവ്സ്. ഇറ്റ് മൈറ്റ് ബി ജെനുവിൻലി, ഹി മൈറ്റ് ഓർ ഷീ മൈറ്റ് ബി ജെനുവിൻലി ബിലീവിങ്, ദ ഫീലിംഗ്സ് മൈറ്റ് ബി ട്രൂ. പക്ഷെങ്കിൽ വെൻ മൈ ഫീലിംഗ്സ് ഡോണ്ട് ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്, ഐ ഹാവ് ടു പ്ലേസ് മൈ ഫെയ്ത്ത് അബവ് മൈ ഫീലിംഗ്സ്. അതാണ് അതിൻ്റെ മെയിൻ തിങ്. മനസ്സിലായോ? അപ്പൊ പറയില്ല, ബട്ട് ബയോളജിക്, ദെൻ വാട്ട് ഡു യു ഡു? യു പുട്ട് യുവർ തിയോളജി അബവ് യുവർ ബയോളജി. അപ്പോൾ ഇതിനകത്ത് ആളുകളുടെ ഫീലിംഗ് ആണോ ആളുകളുടെ എന്താണെന്നുള്ളതല്ല വിഷയം, ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമാണ്. ആദിയിൽ അവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. 2, അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പെറ്റിച്ചേരും. അതുകൊണ്ട് ദർ ഇസ് എ ലീവിങ് ആൻഡ് ദർ ഇസ് എ ക്ലീവിങ്. അതുകൊണ്ട് വിവാഹത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റി ചേരും. ഇനിയും തൊട്ട് അപ്പൻ്റെ അമ്മയുടെയും കൂടെ, ഇത് മാരേജ് സെഷൻ ഒന്നും അല്ല, എന്നാലും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറയുകയാണ്. അയ്യോ, പണ്ടത്തെ പോലെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ ചെന്ന് അവരുടെ കൂടെ സമയം ചെലവഴിക്കണം. ഈ ലീവിങ് ആൻഡ് ക്ലീവിങ് എന്നേ പറഞ്ഞു, ലീവിങ് ആൻഡ് ഫൊഗറ്റ് എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഇതെല്ലാം ചിന്തിക്കും, ഓ ലീവിങ് ആൻഡ് ക്ലീവിങ്. ഈ പുതിയ ജനറേഷൻ പിള്ളേരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ലീവിങ് ആൻഡ് ക്ലീവിങ് എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പനെയും അമ്മയും തിരിഞ്ഞു നോക്കത്തില്ല, പിന്നെ അവരുടെ വഴിക്ക് പോവുക. അത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇറ്റ് ഡസന്റ് മീൻ യു ഹാവ് ടു ഓൾവേസ് കീപ് യുവർ പേരൻസ്, ബട്ട് യുവർ പ്രയോറിറ്റി ഇസ് ടു യുവർ വൈഫ്. നിങ്ങളുടെ ഇതുവരെ നിങ്ങളുടെ പേരൻസിന്റെ കീഴിലായിരുന്നു, നിങ്ങളുടെ പേരൻസിനോട് ചേർന്നായിരുന്നു. നൗ യുവർ വൈഫ് ബിക്കംസ് യുവർ കോൺഫിഡൻറ്റ്, യുവർ ഫ്രണ്ട്, യുവർ കമ്പാനിയൻ. ഭാര്യയാണ്. അപ്പോൾ അപ്പനെ അമ്മയും വിടുന്നു, ഇപ്പോൾ ഭാര്യയോട് പറ്റിച്ചേരുന്ന ഒരു അനുഭവം. അതുകൊണ്ട് ഇനി മേലാർ എന്താ പറയുന്നത്, അവർ 2 അല്ല, അവര് 1 അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ 2 അല്ല 1 എന്ന് പറഞ്ഞാൽ 1 + 1 = 1. ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ വരുന്നത് വിവാഹ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ. 1 + 1 = 1. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ഇത് മർമ്മം. ദിസ് ഇസ് എ മിസ്റ്ററി. അതേ മിസ്റ്ററിയാണ് ദൈവസഭയും കർത്താവും തമ്മിലുള്ള ബന്ധം. മണവാട്ടി സഭയും മണവാളനായ ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം അങ്ങനെ. വി ബിക്കം വൺ. ഈ ബിക്കമിങ് വൺ എന്ന് പറഞ്ഞാൽ എന്താ? ദ സോഴ്സ് ഓഫ് ക്രിയേഷൻ മൈറ്റ് ബി 2. ഉദാഹരണം, ഹവ്വായെ ഉണ്ടാക്കിയ വിധത്തിലല്ല ആദാമിനെ ഉണ്ടാക്കിയത്, അല്ലേ? ആദാമിനെ മണ്ണിൽ നിന്നുണ്ടാക്കി, ഹവ്വായെ ആദാമിന്റെ വാരിയിൽ നിന്ന് ഉണ്ടാക്കി. സോ ദ സോഴ്സ് ഓഫ് ക്രിയേഷൻ ഇസ് ഡിഫറെന്റ് ആൻഡ് യെറ്റ് ദേ ആർ വൺ. മെത്തേഡ് ഓഫ് ക്രിയേഷൻ ഇസ് ഓൾസോ ഡിഫറെന്റ്, അല്ലേ? ഹവ്വായെ ഉണ്ടാക്കിയ വിധത്തിലല്ല ആദാമിനെ ഉണ്ടാക്കിയത്, ബട്ട് യെറ്റ് ദേ ആർ വൺ. 2 സമയങ്ങളിൽ ഉണ്ടാക്കിയതാണ്. ആദ്യം ആദാമിനെ സൃഷ്ടിച്ചു, പിന്നെ ആദാമിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചു. സോ ദ ടൈംസ് ആർ ഓൾസോ ഡിഫറെന്റ്. ഡിഫറെന്റ് നെയിംസ് അറ്റ് ക്രിയേഷൻ. ഇവർക്ക് കൊടുത്തിരിക്കുന്ന പേര്, ആണും പെണ്ണും എന്ന് പറയുന്നത് വ്യത്യസ്തമായ 2 പേരുകളാ, എങ്കിലും അവർ ഒന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി മേലാൽ അവർ 2 അല്ല. അപ്പോൾ ഒരു ഭാര്യ വന്നിട്ട് ഭർത്താവിനോട്, ബട്ട് യു ആർ നോട്ട് റെസ്പെക്ടിങ് മൈ സ്പേസ്. അതെന്തുവാ ഈ റെസ്പെക്ടിങ് മൈ സ്പേസ് എന്ന് പറയുന്നത്? അല്ലേ ഭർത്താവ് ചെന്നിട്ട് പറയാ, ഐ നീഡ് മീ ടൈം, മൈ ടൈം. അതെന്തുവാ മീ ടൈം, മൈ ടൈം? ഇവര് 2 അല്ല 1 എന്ന് പറഞ്ഞാൽ എന്തുവാ? ശരി, കണ്ണാടി ചെന്ന് ഞാൻ നോക്കിയിട്ട്, ജോർജ് ചെറിയൻ കണ്ണാടി നോക്കിയിട്ട് പറയുകയാണ്. എന്താ പറയുന്നേ? ഐ നീഡ് മൈ മീ ടൈം എന്ന് കണ്ണാടിയിലുള്ള ആളോട് പറയുമോ? ഇല്ല, പറയത്തില്ല. കാരണം കണ്ണാടിയിൽ ഇരിക്കുന്ന ആളും ഞാനും ഒന്നാ എന്ന് പറഞ്ഞതുപോലാണ്, there is no longer my money, your money, it is our money. There is no longer my friends, your friends, it is our friends. It is not my time, your time, it is our time. It is not my priority, your priority, it is our
പ്രയോറിറ്റി. ഇറ്റ് ഇസ് നോട്ട് മൈ ചിൽഡ്രൻ, യുവർ ചിൽഡ്രൻ, ഇറ്റ് ഇസ് അവർ ചിൽഡ്രൻ. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇത് മനസ്സിലാക്കണം. നൗ പ്രായോഗികമായിട്ട് 2 അക്കൗണ്ട്സ് ഉണ്ടാകാം, 2 ഫ്രണ്ട് സർക്കിൾ ഉണ്ടാകാം, അതൊക്കെ വേറെ കാര്യം. ഞാൻ അതല്ല പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭാര്യ പോകുന്നിടത്തെല്ലാം ഭർത്താവ് പോകണം, ഇതൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞത്. യു മൈറ്റ് ഹാവ് യുവർ വേസ് ഓഫ് ഡൂയിങ് തിങ്സ് ആൻഡ് യുവർ ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് വർക്ക്. അതൊന്നും അല്ല ഞാൻ അത് ബോധമുള്ള ഏത് ദൈവമക്കൾക്കും ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. പക്ഷെങ്കിൽ ഇതിനകത്ത് വേർതിരിവ്, ഇതിനകത്ത് കടക്കാൻ പാടില്ല. എൻ്റെ ഫോണെ നിനക്ക് നോക്കാൻ അതെന്നാ അനുവാദമില്ല. ഈയിടെ ഞാനൊരു ബൈബിൾ സ്റ്റഡി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ കേട്ടോ, ബൈബിൾ സ്റ്റഡി എടുത്തു കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താവിൻ്റെ ഫോൺ എടുത്തു. ഭർത്താവ് ഉടനെ ചാടി എഴുന്നേറ്റിട്ട് ഡോണ്ട് ടച്ച് മൈ ഫോൺ. പിന്നെ എൻ്റെ ഒരു നോട്ടത്തിൽ പുള്ളി അവിടെ ഇരുന്നു, അത് വേറെ കാര്യം. പക്ഷെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ അനുവാദമില്ലെന്നാ പറഞ്ഞത്. വാട്ട് എവർ എക്സ്പ്ലനേഷൻസ് യു മൈറ്റ് ഹാവ്, യു ഹാവ് നോ. വൈ? ബിക്കോസ് യു ബിക്കം വൺ ഫ്ലഷ്. നിങ്ങൾ ഒരു ശരീരമായി മാറും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ, ഈ കൾച്ചറൽ പ്രോഗ്രഷൻ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ വ്യവസ്ഥകൾക്ക് മാറ്റമില്ല. നമ്മളത് മനസ്സിലാക്കണം. ആൻഡ് യു മിസ് നത്തിങ്, യു ഹാവ് എവറിത്തിങ് ടു ഗെയിൻ. അപ്പോൾ ഇപ്പോഴത്തെ ആളുകളുടെ ചിന്ത എന്താ? ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ കാര്യമൊന്നും നടക്കത്തില്ല. ഇപ്പോഴത്തെ കാലത്തിൽ യു വിൽ ഹാവ് ടു മിസ് ഔട്ട് ഓൺ. യു വിൽ നെവർ ഹാവ് ടു മിസ് ഔട്ട്, യു വിൽ ഗെയിൻ സോ മച്ച് മോർ. കാരണം ദൈവത്തിൻ്റെ പ്രമാണത്തിനൊന്നും മാറ്റമില്ല. കാലഗതികളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കും, സംസ്കാരങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിനൊന്നും മാറ്റവുമില്ല. യു ഫൈൻഡ് ഫുൾനെസ് ഓഫ് ജോയ് വെൻ യു ലിവ് ഇൻ ഒബീഡിയൻസ് ടു ദ വിൽ ഓഫ് ഗോഡ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കും. അപ്പോൾ കർത്താവ് പറയണം, അപ്പം നിങ്ങൾ ഉപേക്ഷണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുക്ക് 4 ചോദ്യം ചോദിച്ചു. അതിന് മുമ്പ് വിവാഹം എന്താണെന്ന് ആദ്യം ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ. ഇനിയും കർത്താവ് പറയാണ്, ഇപ്പോൾ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. സോ വാട്ട് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ആസ് ഫാർ as divorce is concerned? ഒറ്റ വില്ലേ ഉള്ളൂ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. സോ ഫൗണ്ടേഷൻ സ്റ്റോൺ നാട്ടിക്കഴിഞ്ഞിട്ട് കർത്താവ് പറയാ, ഓക്കെ ഇനി നിങ്ങൾ ചോദിച്ചല്ലോ, ചോദിച്ചു, അപ്പൊ പിന്നെയും വിടുന്നില്ല. യേശു കർത്താവ്, വചനമായ ക്രിസ്തു പിന്നെയും പറയാണ്. അപ്പോൾ ഉടനെ കർത്താവിനോട് പിന്നെ അടുത്ത ചോദ്യം എന്തോന്നറിയോ? അവർ അവനോട്, എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്തെന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം അത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചു, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഉടനെ അങ്ങനെ അല്ലല്ലോ, മോശ ഞങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട്. യേശുവിനോടൊന്ന് ചോദിക്കുക, എന്താണ് ശരി തെറ്റ്? യേശു പറഞ്ഞു, വിവാഹത്തെക്കുറിച്ച് ദൈവത്തിന്റെ ഹിതം ഇതാണ്. അപ്പോൾ ഉടനെ കുറുക്കു ചോദ്യം എന്താണ്? അപ്പൊ മോശ അനുവാദം തന്നിട്ടുണ്ടല്ലോ എന്ന്. ഈ മനുഷ്യന്റെ ഒരു ജനറൽ ഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന തെറ്റിന് എങ്ങനെയെങ്കിലും എക്സ്ക്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം, എൻ്റെയും നിങ്ങളുടെയും. എങ്ങനെയെങ്കിലും എക്സ്ക്യൂസ് കണ്ടുപിടിക്കണം. പെർമിഷൻ അല്ല, പക്ഷേ യേശു കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കിയല്ലോ, അല്ല ആക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് യു ട്രൈ ടു ഫൈൻഡ് വൺ എക്സ്ക്യൂസ്. അപ്പൊ എവിടെ ലൂപ്പ് ഹോൾ ഉണ്ടല്ലോ, നമ്മളെപ്പോഴും പറയും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇത്രയും വലുതായിട്ട് എഴുതിയിരിക്കുന്നത്, ലോസ് എന്തായാലും ഇത്രയും വലുതായിട്ട് എഴുതിയിരിക്കുന്നത് ഒറ്റ കാരണമുള്ള, അതിൻ്റെ ഇടയ്ക്ക് ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. മനുഷ്യന്റെ പ്രവണത അതാ. അപ്പൊ എൻ്റെ നിങ്ങളുടെ സ്വഭാവം എന്തുവാ? എങ്ങനെയെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ടുപിടിക്കുക. അപ്പൊ ഉടനെ മോശ ഞങ്ങൾക്ക് ഉപേക്ഷണ പത്രമൊക്കെ കൊടുക്കാൻ അനുവാദം തന്നല്ലോ. അപ്പൊ യേശു കർത്താവ് എന്നാ പറഞ്ഞതെന്നറിയോ? 2 കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഹൃദയകാഠിന്യമാണെന്ന്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ ഹാർഡ്നെസ് ഓഫ് ഹാർട്ട്. മോശ പറഞ്ഞു, എന്നാ പിടി എടുക്കുക, നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ പിള്ളേർ നിർബന്ധം പിടിക്കുമ്പോഴേ നമ്മൾ 4 പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോൾ പറയും, എന്നാ എടുത്തുകൊണ്ട് പോകും എന്ന് പറയത്തില്ലേ? എന്ന് പറഞ്ഞതുപോലാണ് ഉപേക്ഷണ പത്രം. അപ്പോൾ എന്താണ് ഉപേക്ഷണ പത്രത്തിന്റെ 2 വ്യവസ്ഥ? ഒന്ന്, സെക്ഷുവൽ ഇമ്മൊറാലിറ്റി. അതായത് ഒരു ഭാര്യ അല്ലെ ഒരു ഭർത്താവ് വേറെ ഒരുവന്റെ കൂടോ ഒരുവളുടെ കൂടോ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മോശ പറഞ്ഞു, ശരി എന്നാ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം. 1. 2, ഒരു വിശ്വാസത്തിലേക്ക് വരുന്ന
ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു അനുഭവം. ഈ 2 കാരണമല്ലാതെ, അത് 1 കൊരിന്ത്യർ 7:10 മുതൽ 16 വരെ ഉണ്ട്. ഈ 2 കാരണമല്ലാതെ വേറെ യാതൊരു കാരണവും വേദപുസ്തകം അടിസ്ഥാനം തരത്തിൽ. ബട്ട് വി ആർ നോട്ട് കമ്പാറ്റബിൾ. യു ആർ നോട്ട് കമ്പാറ്റബിൾ. അതിന് സംശയം എന്തുവാ? നിങ്ങൾ കമ്പാറ്റബിൾ അല്ല. യു ആർ 2 ഡിഫറെന്റ് പീപ്പിൾ. യു വിൽ നോട്ട് ബി കമ്പാറ്റബിൾ. ഈ കമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന പരിപാടി എന്തുവാ? അതെന്തുവാ കമ്പാറ്റബിലിറ്റി? യു ആർ നോട്ട് കമ്പാറ്റബിൾ. പക്ഷെങ്കിൽ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ 2 പേരും കൂടെ ഒന്നാകുന്ന മർമ്മം, വലിയ മർമ്മം, ദൈവവ്യവസ്ഥയ്ക്ക് നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുത്താൽ there will be unity. അപ്പോൾ ഈ 2 കാരണങ്ങൾ കാരണം മാത്രം. എന്നാൽ യേശു കർത്താവ് അതിനോട് ചേർത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? എന്തോ പറയുന്നത്? ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് ദി ഒറിജിനൽ ഡിസൈൻ. നിങ്ങളുടെ ഹൃദയകാഠിന്യം കാരണം പറഞ്ഞു, ഓ നൗ ഇറ്റ്സ് ബെറ്റർ ടു ഡു ദിസ്. സോ ഇന്നത്തെ യുവതലമുറയോട് പറഞ്ഞാൽ, മിസറി, അൺഹാപ്പിനെസ്, പോവർട്ടി or incompatibilities are never given as grounds for divorce. ഇത് ഞാൻ പറയുന്നതല്ല. ഇനി എന്നോട് വന്ന് നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് ദൈവവചനത്തിന്റെ അടിസ്ഥാനം. ദിസ് ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്. പിന്നെ അതിനോട് നമ്മൾ ചേർന്ന് നിൽക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ചില ഗ്രേ ഏരിയാസ് ഉണ്ട്. എന്താ ഗ്രേ ഏരിയാസ്? അബ്യൂസീവ് ഒരു ഹസ്ബൻഡ്, അബ്യൂസീവ് ഒരു വൈഫ് ഉണ്ടെങ്കിൽ, എൻ്റെ ജീവനും ആരോഗ്യത്തിനും ഹാനി വരുത്തുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണം, അതിനകത്ത് പിന്തുടരണം എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സേഫ്റ്റി ഓഫ് ദ പേഴ്സൺ, സെക്യൂരിറ്റി ഓഫ് ദ ചിൽഡ്രൻ. ഇന്നലെ ഫോണിൽ കൂടെ ഒരമ്മ വലിയ കരച്ചിൽ. എന്തുവാ? എന്നെയും മകനെയും ഇട്ട് തല്ലുക. എത്ര വർഷമായി? 10 വർഷത്തിന് മേളിലായി. അങ്ങനെ ആ തല്ല് കൊണ്ട് ചാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സോ ആ സമയത്ത് സെപ്പറേഷൻ ഇസ് ഓൾവേസ് അഡ്വൈസ്ഡ്. ഡിവോഴ്സ് അല്ല, ബട്ട് സെപ്പറേഷൻ. എന്തുകൊണ്ടാ? സേഫ്റ്റി ഓഫ് ഹെൽത്ത്, ദ സേഫ്റ്റി ഓഫ് ദ ഫാമിലി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ. ദൈവത്തിന്റെ ഹിതം എന്തുവാണ്? ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത് ഉപേക്ഷണം ഒരിക്കലും യാഥാർത്ഥ്യമാകരുത്. ഗോഡ് വാണ്ട്സ് for the family to continue in the institution of marriage irrespective. അതുകൊണ്ടാണല്ലോ ഹോശേയും ഗോമറും തമ്മിലുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നത്, അവൾ ഇട്ടേച്ചു പോയെങ്കിലും അവൻ അവളെ പിന്തുടരുന്നു. അതാ ദൈവസ്നേഹം. ആൻഡ് ഗോഡ് ക്യാൻ റിസ്റ്റോർ മാരേജസ്. അതുകൊണ്ട് ബിബ്ലിക്കൽ ഗ്രൗണ്ട്സ് ഇല്ലാതെ ആരെങ്കിലും ഉപേക്ഷണത്തിൽ ഏർപ്പെട്ടാൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് അഡൾട്ടറി. ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ, എൻ്റെ നിങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ എന്തു ആയിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് അഡൾട്ടറി. അതുകൊണ്ട് എന്തുവാണ് പ്രിയമുള്ളവരെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ട്രൂത്ത്? ഗോഡ് ഹേറ്റ്സ് ഡിവോഴ്സസ് ബട്ട് ഗോഡ് ലവ്സ് യു ആൻഡ് മീ. അതിന്റെ കാരണം എന്നാ? ഈ ഉപേക്ഷണത്തിലൂടെ ഉണ്ടാകുന്ന വേദന ദൈവം, ഗോഡ് നോസ്. ഇനി എന്തൊക്കെ കാരണം പറഞ്ഞാലും എന്തുമാത്രം വേദനയോ ഒരു ഉപേക്ഷണം ഉണ്ടാക്കുന്നത്, അല്ലേ? ഇട്ടേച്ചു പോകുന്ന ആളുടെ ജീവിതത്തിൽ there is pain. The person who is continuing, there is pain. If there are children involved, there is humongous pain. ഈ വേദന എത്ര ആഴമേറിയതാണെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം ഉപേക്ഷണം വെറുക്കുന്നത്. ബട്ട് ഹി സ്റ്റിൽ ലവ്സ് യു ആൻഡ് മീ. അവൻ ആഴമായി എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് if you are going through a divorce, let me tell you, God loves you. God loves you with an everlasting love. But he hates divorce because he knows the pain it causes. ദൈവത്തിന് അറിയാം ഇതിന്റെ വേദന എത്ര വലുതാണെന്ന്. അതുകൊണ്ട് നമുക്ക് we can trust the Lord. തകർന്നു പോയ വിവാഹ ജീവിതങ്ങളെ പോലും കർത്താവിന് മെനയുവാൻ കഴിയും. അതുകൊണ്ടാണല്ലോ അവനൊരു പേരുള്ളത്, നസറേത്തിലെ നല്ല തച്ചൻ, അല്ലേ? ഒടിഞ്ഞതും തകർന്നതും പൊട്ടിയതും ഒക്കെ എടുത്ത് കർത്താവിന്റെ കൈ കൊടുക്ക്, സകലത്തെ നന്നായി അവൻ മെനയും. യു മൈറ്റ് നോട്ട് ഹാവ് എ ഗ്ലോറിയസ് മാരേജ്. ഒരു പക്ഷെങ്കിൽ ഒരു വലിയ മഹത്വകരമായ കുടുംബജീവിതം നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കാം. കർത്താവ് വിരൽ ചൂണ്ടിയിട്ട് നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ആ
തകർന്ന അവസ്ഥ കർത്താവിന്റെ കയ്യിലോട്ടും കൊടുക്കാമോ? ഉം? ചതഞ്ഞ ഓടയെ അവൻ ഒടിക്കുകയില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തി കളയത്തില്ല. ഹി വിൽ നോട്ട്. മനുഷ്യൻ കുറ്റം പറയും, ഓ ഇങ്ങനെ അങ്ങനെ, നിങ്ങൾ അങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ പറയും. ദാറ്റ് ഇസ് നോട്ട് ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവം ഉപേക്ഷണം വെറുക്കുന്നു എന്ന് പറയുമ്പോൾ ഹിസ് ഹാർട്ട് ഇസ് ഫോർ യു. നമ്മളത് മറക്കരുത്. മനസ്സിലായോ? ദീസ് ആർ സ്ട്രോങ് വേർഡ്സ്, കഠിന വാക്കുകളാ, ശരിയാണ്. പക്ഷെ ദൈവത്തിന്റെ ഹൃദയം ഇതിൽ കൂടെ മനസ്സിലാക്കണം. ഗോഡ് വാണ്ട്സ് ദ ബെസ്റ്റ് ഫോർ യു ആൻഡ് മീ. അതുകൊണ്ടാണ് ദൈവം വ്യവസ്ഥകൾ വളരെ വ്യക്തമായി പറയുന്നത്. ഒരു പക്ഷെങ്കിൽ ഒരു സ്ട്രഗിളിങ് മാരേജിലാണെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന്, കർത്താവേ, ഞങ്ങളുടെ ഈ വിവാഹ ജീവിതത്തെ അങ്ങ് മെനഞ്ഞ് നന്നാക്കണമേ, മനോഹരമാക്കണമേ എന്ന് പറഞ്ഞാൽ, കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം ഇന്നും ജീവിക്കുന്നു. അവനാൽ അസാധ്യമായ ഒന്നുമില്ല. ഹി ക്യാൻ ഡു ഇറ്റ് ആൻഡ് ഹി വിൽ ഡു ഇറ്റ്. അതുകൊണ്ട് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശിഷ്യന്മാർക്ക് ഒരു ചോദ്യം. എന്താണ് ചോദ്യം? ശിഷ്യന്മാരോട്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാരുടെ കൺക്ലൂഷൻ അങ്ങനെയാണ്, പിന്നെ വിവാഹം കഴിക്കാതിരുന്നത്. അതാ, ഇഫ് യു വാണ്ട് ടു അവോയ്ഡ് ഡിവോഴ്സ്, ഡോണ്ട് ഗെറ്റ് മാരിഡ്. അതാണ് നല്ല ഉപദേശം. ഇതാണ് ശിഷ്യന്മാർക്ക് ആകെ കൂടെ കിട്ടിയത്. കണ്ടോ, നമ്മളെപ്പോലെ തന്നെ ഈ ശിഷ്യന്മാർ, അല്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കർത്താവ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഇനി കല്യാണം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നത്തെ യുവാക്കൾ പറയുന്ന സെയിം തിങ്ങാ. ഇത്രയൊക്കെ ബന്ധപ്പാടാണെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? അതാണ് ചോദ്യം. ഇത് തന്നെയാണ് ശിഷ്യന്മാർ ചോദിച്ചത്. അവൻ അവരോട്, വരം ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ഡന്മാരായി ജനിച്ചവരുണ്ട്, മനുഷ്യർ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുണ്ട്, സ്വർഗരാജ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരും ഉണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സെലിബസി, അല്ലേ? പെട്ടെന്ന് ശിഷ്യന്മാർ പറഞ്ഞു, ഓ എന്നാ പിന്നെ കല്യാണം കഴിക്കണ്ട, ഇങ്ങനൊക്കെ വലിയ പ്രയാസമൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ കൂടെ ഒന്നും കടന്നു പോകണ്ട. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് പറഞ്ഞ ഞാൻ പറയും, കർത്താവിന്റെ പേഷ്യൻസ് എത്ര വലുതാണെന്നറിയോ? ഈ നമ്മുടെയൊക്കെ നാട്ടുഭാഷയെ പറഞ്ഞാൽ ആ സമയത്ത് മടലെടുത്ത് ഇവനെയൊക്കെ അടിക്കാനുള്ള ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു, എന്തൊക്കെ ചോദ്യങ്ങളാ, എന്തൊക്കെയായി പറയുന്നത്. കർത്താവിനോട് ഇത്രയും ചേർന്ന് നടന്ന ഈ 12 എണ്ണത്തിന്റെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് തോന്നും ഇവന്മാർക്ക് 2 പൊട്ടീരന്റെ കുറവുണ്ട്. കർത്താവിന്റെ പേഷ്യൻസ് എത്ര വലുതാന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, അവൻ ക്ഷമയുള്ള ദൈവം. നമ്മളെയും നമ്മുടെ പൊട്ടത്തരത്തെയും നമ്മുടെ ചോദ്യങ്ങളെയും നമ്മുടെ അനുസരണക്കേടിനെ വഹിച്ച് നമ്മളെ കൂടെ കൊണ്ട് നടക്കുന്ന ഇത്ര ക്ഷമയുള്ള കർത്താവ്. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാണ്, വരം ലഭിച്ചവർക്ക് മാത്രമേ ഇത് ഗ്രഹിക്കൂ. അതായത് യേശു കർത്താവ് വിവാഹം ചെയ്തില്ല, അപ്പോസ്തലനായ പൗലോസ് വിവാഹം ചെയ്തില്ല. അതിന്റെ കാരണം എന്നാ? അതിനുവേണ്ടി അവർക്ക് വരം ലഭിച്ചത് കൊണ്ടാണ്. യു ഷുഡ് ബി സെലിബേറ്റ് ഇഫ് യു ഹാവ് ബിൻ ഗിവൺ ദ ഗിഫ്റ്റ് ഓഫ് സെലിബസി. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, there is a call to marriage and there is a call to celibacy. വിവാഹം കഴിക്കാൻ ഒരു വിളിയുണ്ട്, വിവാഹം ചെയ്യാതെ തനിയെ ഏകയായി നിൽക്കുന്നതിന് ഒരു വിളിയുണ്ട്. there is a call to both. ചിലപ്പോൾ നമ്മൾ ഈ വിവാഹം ഒരുപാട് അങ്ങ് ഗ്ലാമറൈസ് ചെയ്തിട്ട് സെലിബസിയെ നമ്മൾ ചെറുതാക്കും. നോ, there is a call for both. വിവാഹം ദൈവം സൃഷ്ടിച്ച വിവാഹം എല്ലാവർക്കും മാന്യമാണ്, സംശയമൊന്നുമില്ല. ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. എന്നാൽ അതുപോലെ തന്നെ സെലിബറ്റായിട്ട് നിൽക്കുന്നതിന് ഒരു വിളിയുണ്ട്. പൗലോസിനെ ദൈവം അങ്ങനെയാണ് വിളിച്ചത്. ദമസ്കോസിന്റെ പടുവാതിൽക്കൽ സുവിശേഷത്തിന് വേണ്ടി ദൈവം അവനെ വേർതിരിച്ചപ്പോൾ പൗലോസിനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത്, അവൻ വിവാഹം കഴിക്കാതെ കർത്താവിന് വേണ്ടി എന്നും പ്രയത്നിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സെലിബസി ഈസ് ഗുഡ് ഫോർ സം, മാരേജ് ഇസ് ഗുഡ് ഫോർ സം. അതിനകത്ത് സംശയമില്ല. വിളി പക്ഷെങ്കിൽ അതിനുള്ള വരം നിങ്ങൾ ലഭിച്ച് ഇരിക്കണം. ഈ നമ്മുടെ ഒരു സ്നേഹിതൻ, ഞാൻ പേര് പറഞ്ഞ്, നമ്മുടെ ബൈബിൾ സ്റ്റഡി അറ്റൻഡ് ചെയ്യുന്ന അയർലൻഡിലൊരു സ്നേഹിതൻ. അപ്പം പയ്യൻ നല്ലൊരു പയ്യനാ. അവൻ എന്നെ വിളിച്ചിട്ട്, അച്ഛാ, കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഞാൻ നല്ല പെമ്പിളാരെയൊക്കെ നോക്കി, ഒന്നിനെയും കിട്ടുന്നില്ല. കാണുന്ന ഒന്നും ശരിയല്ല, ഒന്നും ശരിയാകുന്നില്ല. അതുകൊണ്ട് അപ്പോസ്തലനെ പോലെ ഞാൻ അങ്ങ് സെലിബറ്റായിട്ട് നിൽക്കാൻ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലല്ല സെലിബസി ആചരിക്കാൻ ദൈവം പറയുന്നത്. വിളിയുണ്ടെങ്കിൽ
ഓക്കെ. ഓ, ചുറ്റും നോക്കിയിട്ട് ഇതൊന്നും ശരിയാകുന്നില്ല, എന്നാ പിന്നെ സെലിബ്രേറ്റ് ആയിട്ടിരിക്കുക. നോ 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 നോ. ചുറ്റും നോക്കുന്നു, വിവാഹ ജീവിതങ്ങളെ കാണുന്നു, കുടുംബ ജീവിതങ്ങളെ കണ്ടിട്ട് ഓ ഇത് അത്ര ശരിയാകുന്നില്ലല്ലോ, എന്നാ പിന്നെ നമുക്ക് വിവാഹം അങ്ങനല്ല. യു ക്യാൻ മേക്ക് ദാറ്റ് ഡിസിഷൻ ഓൺലി ഇഫ് യു ഹാവ് എ കോൾ ഫോർ സെലിബസി. അല്ലെങ്കിൽ വിവാഹം എല്ലാവർക്കും മാന്യം. മാരേജ് ഇസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഗോഡ് വാണ്ട്സ് എവ്രി വൺ ഹൂസ് കോൾഡ് ടു ബി മാരിഡ് ടു എൻജോയ് ദ ബ്യൂട്ടി ഓഫ് മാരേജ്. ഓക്കെ. എന്നാൽ കർത്താവ് അതിനോട് ചേർന്ന് പറയുന്ന കാര്യമുണ്ട്. മൂന്ന് വിധത്തിലെ ഷണ്ടന്മാരുണ്ട്. ഷണ്ടന്മാർ, യൂണക്സ് എന്ന് പറയും, യൂണക്സ്. ഇതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് എന്തൊക്കെ വ്യാഖ്യാനങ്ങളാണ് ഇന്ന് വരുന്നതെന്നറിയോ? പക്ഷേ കർത്താവ് തന്നെ വ്യക്തമായി, എത്രയോ ക്ലിയർ ആയിട്ട് ഈ ഭാഗത്ത് തന്നെ പറഞ്ഞിരിക്കുന്നു, മൂന്ന് തരത്തിലെ ഷണ്ടന്മാരുണ്ട്. ഒന്ന്, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ടന്മാരായി ജനിച്ചവർ. അതായത് അവർ ജനിച്ചപ്പോൾ തന്നെ അവർക്ക് വിവാഹ ജീവിതം, ലൈംഗിക ജീവിതത്തിന് കപ്പാസിറ്റി ഇല്ലാതെ ജനിച്ചവരുണ്ട്. മെഡിക്കലി ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. There are people who are born with dysfunction in their sexual life. അതപ്പോൾ ജനിച്ചപ്പോൾ തന്നെ അവര് ഷണ്ടന്മാരായി ജനിച്ച ഒരു സ്മോൾ ഗ്രൂപ്പ് ഉണ്ട്. രണ്ടാമത്തെ ഏത് വെറൈറ്റിയാണ്? രണ്ടെന്ന് പറഞ്ഞാൽ അവരെ ഷണ്ടന്മാരാക്കി. എത്യോപ്യക്കാരനായ ഷണ്ടൻ, അറിയാമല്ലോ ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞത്. അവരെ ഷണ്ടന്മാരാക്കിയതിന്റെ കാരണം എന്നാ? അവര് ആ കാലത്ത് രാജ്ഞിമാരുടെ ഹാറംസിൽ അവരെ സേവിക്കാൻ വേണ്ടി ആമ്പിള്ളേർ അവരെ കുഞ്ഞിലെ ടീനേജ് ഏജ് എത്തുന്നതിന് മുമ്പേ അവരെ ഫോഴ്സ്ഫുള്ളി ഷണ്ടന്മാരാക്കുന്നു. പണ്ട കാലത്ത് വളരെ കോമൺ ആയി നടന്നിരുന്ന ഒരു കാര്യമാണ്. അവരുടെ ജെനിറ്റൽസിനെ ഡിസ്ഫങ്ഷൻ ചെയ്ത് അവരെ ഷണ്ടന്മാരാക്കി തീർക്കുക. അതുകൊണ്ട് അവർക്ക് ലൈംഗിക താല്പര്യങ്ങൾ ഇല്ല. ഇന്നത്തെ കാലത്തു എത്രയോ എത്രയോ എത്രയോ, എൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ ഈ യൂണക്സിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്നേഹിതനുണ്ട്. ആ കമ്മ്യൂണിറ്റിയെ കുറിച്ച് നിങ്ങൾ ഒരു 10 മിനിറ്റ് കേട്ടാൽ നിങ്ങൾ ഇരുന്ന് കരയും. ഇപ്പൊ എന്നെ ആ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇറ്റ് ഈസ് എ ഹാർട്ട് ബ്രേക്കിംഗ് കമ്മ്യൂണിറ്റി. നമ്മൾ കാണുമ്പോൾ അവർ എസ്പെഷ്യലി ബെഗിങ് ആൻഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യയിൽ ഇവർ ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങൾ. അപ്പോൾ സ്ട്രീറ്റ്സിൽ അവർ ബെഗ് ചെയ്യും. അവരെ നമ്മൾ കാണുമല്ലോ ഈ ട്രാഫിക് സിഗ്നൽസിലൊക്കെ. ഇവരുടെ കമ്മ്യൂണിറ്റി നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ ഹൃദയം തകർന്നു പോകും. അപ്പോൾ ഇവൻ്റെ ജോലി ഇവരുടെ ഇടയിൽ വർക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അവന് ഹൈന്ദവ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞു വന്ന കർത്താവിൻ്റെ സ്നേഹം ഇവരെ അറിയിക്കാൻ വേണ്ടി ഇവരുടെ പുറകെ ഇങ്ങനെ പോകും, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഒരുപാട്. അപ്പോൾ അവൻ ഇവരുടെ സ്റ്റോറിയും അവരുടെ കൂടെ ജീവിക്കാൻ പോകും. നമുക്കിതൊന്നും കേട്ടിരിക്കാനൊക്കത്തില്ല കേട്ടോ. ഞാനുള്ള കാര്യം പറയാം, കേട്ടിരിക്കാനൊക്കത്തില്ല. വെരി ഡിഫിക്കൾട്ട്. അപ്പൊ അവരെ എന്തുകൊണ്ടായി, എങ്ങനെ അവരിൽ ഒട്ടുമുക്കാൽ ആളുകളും അവരെ ഫോഴ്സ്ഫുള്ളി ബെഗിങ്ങിനും പ്രോസ്റ്റിറ്റ്യൂഷനും വേണ്ടിയും അവരെ ഷണ്ടന്മാരാക്കുന്നതാണ്. ആ പ്രോസസ്സൊക്കെ കേൾക്കണം. ഇറ്റ്സ് എ വെരി പെയിൻഫുൾ പ്രോസസ്. പോട്ടെ, അത് രണ്ടാമത്തെ കൂട്ടര്. മൂന്നാമത്തെ കൂട്ടുകാരി കർത്താവ് പറയുന്നു, ദൈവരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കി. എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിനു വേണ്ടി? ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ ഷണ്ടൻ. അപ്പൊ ഇവിടെ ഷണ്ടന്മാരെന്ന് പറഞ്ഞാൽ സെലിബസി എന്നാവും അർത്ഥം കേട്ടോ, അല്ലാതെ വേറൊന്നും അല്ല ഇതിനകത്ത് അവരർത്ഥമാക്കുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി വിവാഹം കഴിക്കാതെ ഇരിക്കുന്നു. ഞങ്ങളുടെ അയിരൂർ കുഞ്ഞോളമാമയെ കുറിച്ച് എപ്പോഴും പറയാറല്ലോ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം. ഷീസ് ഒരു പക്ഷെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു പ്രസൻസ് ആണ് അയിരൂർ കുഞ്ഞോളമാമ. ജീവിതത്തിലൊക്കെ എസ്പെഷ്യലി ശുശ്രൂഷ മേഖലകളിൽ പ്രയാസം വർദ്ധിക്കുമ്പോൾ എൻ്റെ പിതാവ് മിസ് ചെയ്യുന്നു, ഞാനും ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കുഞ്ഞോളമാമ. അപ്പൊ കുഞ്ഞോളമാമ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഷീ വാസ് എ വണ്ടർഫുൾ ഗുഡ് ലുക്കിംഗ് യങ് വുമൺ അല്ലേ. ചെറുപ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി കല്യാണം കഴിക്കത്തില്ലെന്ന് തീരുമാനിച്ചു. എന്തിനു വേണ്ടിയാ? കാശ്മീരിൽ പോയി അവിടെ സുവിശേഷം പറഞ്ഞ്, പിന്നെ താഴെ വന്ന് ഇവിടെ സുവിശേഷം പറഞ്ഞ്. ആൻഡ് ഷീ സെഡ്, എനിക്കതിൻ്റെ ആവശ്യകത ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഞാൻ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഷണ്ടനാകാൻ തീരുമാനിച്ച ഒരു സ്ത്രീയാണ്. മനസ്സിലായോ? ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഷീ ഡിഡ് നോട്ട് ഹാവ് ദ കപ്പാസിറ്റി ടു ഗെറ്റ് മാരിഡ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഷീ വാസ് എന്താ പറയണ്ടേ ഡിസ്ഫങ്ഷണൽ. അതുകൊണ്ടൊന്നുമല്ല. പക്ഷെങ്കിൽ ക്രിസ്തുവിൻ്റെ രാജ്യം നിമിത്തം കല്യാണം കഴിക്കാൻ പൗലോസിനെ പോലെ തീരുമാനിച്ച ഒരു വ്യക്തി. അപ്പൊ 3 കൂട്ടരുണ്ട്. അപ്പൊ കർത്താവ് പറയാ, നിങ്ങൾക്ക് അതിനുള്ള വരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ. പത്രോസ് കല്യാണം കഴിച്ചു, പൗലോസ് കല്യാണം കഴിച്ചില്ല. രണ്ടുപേരും ദൈവരാജ്യത്തിൽ വലിയവർ തന്നെയാ അല്ലേ. ദേ ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ. എന്നാൽ അവിടെ കർത്താവ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ
വ്യക്തമായി മനസ്സിലാക്കുക. ഇതിനുശേഷം അപ്പോൾ വിവാഹത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു, ഉപേക്ഷണത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു, ഇനിയും പണം. 3 കാര്യങ്ങൾ ഈ ഭാഗത്ത്. ഇനി പണത്തെക്കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യം. ശിശുക്കളെ കുറിച്ച് വീണ്ടും പറയുന്നു. ചൈൽഡ് ലൈക്നെസിനെ കുറിച്ച് ഞാൻ പറഞ്ഞതുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുന്നു. 15-ാമത്തെ വാക്യം തൊട്ട് ഞാൻ വായിക്കട്ടെ. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ച് പിന്നെ അവിടെ നിന്ന് യാത്ര ചെയ്യും. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരോ, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഒരുവൻ വന്ന്, ഒരു റിച്ച് യങ് റൂളർ എന്നാണ് പറയുന്നത്, ഓടി വന്ന് കർത്താവിനോട് പറയും, നല്ല ഗുരു. മറ്റു ഭാഗങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പറയും ഗുഡ് ടീച്ചർ. ഇവിടെ അങ്ങനല്ല. ഗുരു, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? ഇന്നൊരു പക്ഷെങ്കിൽ ലോകത്തിലുള്ളവരെല്ലാം ചോദിക്കുന്ന ചോദ്യമാണ്, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഞാൻ എന്ത് നന്മ ചെയ്യണം? ഞാൻ 3 മല കയറണോ? അതോ 17 മെഴുകുതിരി കത്തിക്കണോ? അതോ ദിവസം 5 പ്രാവശ്യം പ്രാർത്ഥിക്കും? ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ പാവങ്ങൾക്ക് ഞാൻ ഫുഡ് കൊടുക്കണോ? എന്ത് നന്മയാണ് ഞാൻ ചെയ്യേണ്ടത്? ഈ ചോദ്യമാണ് ഇന്ന് ആളുകളും ചോദിക്കുന്ന, ആയിരങ്ങൾ ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. വാട്ട് ഗുഡ് മസ്റ്റ് ഐ ഡു? അതിന് യേശു പറയുന്നു, നല്ലവൻ ഒരുവനേ ഉള്ളെന്ന്. ഗുഡ് ടീച്ചർ എന്ന് വിളിക്കുന്നു. എന്നിട്ട് യേശുവിന്റെ മറുപടി, നല്ലവൻ ഒരുവനേ ഉള്ളൂ. അതാരാ? ദൈവം ഒരുവനേ ഉള്ളൂ നല്ലവൻ. അപ്പം അയ്യോ, അവൻ എന്തോ നല്ല മനുഷ്യനാണെന്ന് നമ്മൾ പറയുമ്പോഴും വിശുദ്ധനായ നല്ലവനായ ദൈവത്തിന്റെ മുമ്പിൽ അവരാരും നല്ലവരല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഒരുവനേ ഉള്ളൂ ഗുഡ് എന്ന് പറയുന്നത്. ബെഞ്ച് മാർക്ക് നമ്മുടേത് കുറഞ്ഞു പോയതുകൊണ്ടാണ് ഇവനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവൻ നല്ലവനാണെന്ന് പറയുന്നത്. പക്ഷെങ്കിൽ പൗലോസിന്റെ ഭാഷയിൽ നമ്മളെല്ലാം പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നവരാണ്. ബെഞ്ച് മാർക്കിൽ നിന്ന് നമ്മൾ വീണ് പോയവരാണ്. അതുകൊണ്ട് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവെ നല്ല ഗുരു എന്ന് വന്ന് വിളിക്കുമ്പോൾ നീ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ നല്ലവൻ. 2, നീ എന്നെ നല്ല ഗുരു എന്ന് വിളിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെങ്കിൽ നീ അങ്ങനെ എന്നെ വിളിക്കുമ്പോൾ നീ ഒരു കാര്യം കൂടെ അക്നോളജ് ചെയ്തോണം, ഞാൻ ദൈവമാണെന്ന്. പറഞ്ഞത് മനസ്സിലായോ? സോ ഇഫ് ഓൺലി ഗോഡ് ഇസ് ഗുഡ് ആൻഡ് ഇഫ് യു കോൾ മീ ഗുഡ്, യു നീഡ് ടു അക്നോളജ് ദറ്റ് ഐ എം ഗോഡ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? A+B=C, അല്ലെങ്കിൽ A=B, B=C ആണെങ്കിൽ A=C. അതാണ് പറയാൻ വന്നത്. അപ്പൊ നല്ല ഗുരു എന്ന് നീ പറയുന്നത് ഓക്കെ, ദൈവം മാത്രമേ ഉള്ളൂ ഒരുവൻ നല്ലവൻ, അങ്ങനെയെങ്കിൽ ഞാൻ ദൈവമാണെന്ന് ആദ്യം നീ അക്നോളജ് ചെയ്യണം. അത് അക്നോളജ് ചെയ്യുന്നില്ല എങ്കിൽ നിത്യജീവൻ ഇല്ലെന്നാണ് കർത്താവ് പറയാൻ ആഗ്രഹിച്ചത്. ഓക്കെ. 2, പിന്നെ നീ വലിയ ഈ പ്രമാണമൊക്കെ ആചരിക്കുന്നുണ്ട്. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ വളരെ സിമ്പിളാ. എന്തുവാ? കൽപ്പനകളെല്ലാം പൂർണ്ണമായി ആചരിക്കണം. കൽപ്പനകളുണ്ടല്ലോ, അത് മുഴുവൻ പൂർണ്ണമായി ആചരിക്കണം. അപ്പോൾ ഇന്ന് അങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് നമുക്ക് പറയാൻ പറ്റും, എന്തുവാ? നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ദൈവകൽപ്പനകളെല്ലാം ആചരിച്ചാൽ മതി. പക്ഷെ പ്രശ്നം എന്നാ? ഇത് മുഴുവനായി ആചരിക്കാൻ ആർക്ക് സാധിക്കും? അതാണ് പ്രോബ്ലം. അപ്പൊ ഇത് ആചരിച്ചാൽ നോ പ്രോബ്ലം. ആചരിക്കുന്നില്ല എങ്കിൽ ഇതിനകത്തെ ഒരു പ്രമാണം, ഒരു കൽപ്പന തെറ്റിച്ചാൽ മുഴുവൻ തെറ്റിച്ചതുപോലെ ആയിരിക്കും. അപ്പോൾ യേശു കർത്താവിന്റെ ഭാഷയിൽ 2 കൽപ്പനകളേ ഉള്ളൂ മെയിൻ ആയിട്ടുള്ളത്. എന്തുവാ? ഈ 10 കൽപ്പനകളെയും കൂടെ നമ്മൾ സമ്മറൈസ് ചെയ്താൽ, 1, ദൈവത്തെ സ്നേഹിക്കണം. 2, മനുഷ്യരെ സ്നേഹിക്കണം. ലവ് ഗോഡ്, ലവ് യുവർ നെയ്ബർ. ഇത് കർത്താവ് എത്ര മനോഹരമായിട്ടാണ് ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നത് അറിയാം. അപ്പോൾ ഉടനെ തന്നെ അവന്റെ ഉത്തരം, ഇതെല്ലാം ഞാൻ ചെയ്തു. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുന്ന പോലെ, എൻ്റെ മോൻ എന്ന് പറയും, ടുഡേ ഐ വാസ് എ ഗുഡ് ബോയ്. അവൻ അങ്ങ് തീരുമാനിച്ചു അവൻ ഗുഡാന്ന്. ഏതാ? അതെന്നാ? എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഞാനതെല്ലാം ചെയ്തല്ലോ, സോ ഐ വാസ് എ ഗുഡ് ബോയ് എന്ന് പറഞ്ഞ പോലെ യേശു കർത്താവിനെ നോക്കിച്ച് പറയുക, ഞാൻ ഇതെല്ലാം ചെയ്യുന്ന ആളാണ്. അപ്പൊ കർത്താവിന് മനസ്സിലായി ഏതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഏവ എന്ന് ചോദിച്ചാൽ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെ അമ്മയെ ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് ഇവ തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ യൗവനക്കാരൻ അവനോട്, ഇവ ഒക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനിയും കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. എന്തോ ഒരു സെൽഫ് റൈച്ചസ് മാനാന്ന് നോക്കി. പുള്ളി തന്നെ പറഞ്ഞു, ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, ഇനി എനിക്കെന്താ കുറവ്? നമ്മൾ ചിലപ്പോൾ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴേ ചില അങ്കിൾമാരൊക്കെ വന്നിരിക്കും, എന്തുവാ ചെറിയ ഇങ്ങനെ നമ്മളെല്ലാം പാപിയാ, ഞങ്ങൾ അത്ര പാപിയാന്ന്, ഞങ്ങൾ അത്ര മോശക്കാരാണ്, ഞങ്ങൾ എന്തോ ചെയ്ത്, എന്ത് തെറ്റാ ചെയ്ത്. അപ്പൊ കർത്താവിന് ഒരു കാര്യം മനസ്സിലായി, ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയ ഇവന് മനസ്സിലായോ? കാരണം എന്നാ? പരിശുദ്ധാത്മാവ് ഉള്ളിൽ കത്താതെ പാപിയാന്നുള്ള ബോധ്യം വരത്തില്ല. മനസ്സിലായോ? അപ്പോ ഇനി എന്ത് ചെയ്യണം? ഡയറക്റ്റ് ഒരു ചോദ്യം,
യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗരാജ്യത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. അപ്പൊ നേരെ കൊള്ളണ്ടിടന്ന് ഞരമ്പേ കയറി കർത്താവ് ഒരു പിടുത്തം. അപ്പം ഞാനിതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമല്ലോ, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ ദുഃഖത്തോടെ പോയി. നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിനടുക്ക വന്നു. കർത്താവിന് ഉത്തരം കൊടുത്തു, ദുഃഖിച്ചു തിരിച്ചുപോയി. ഇന്ന് അനേകരിങ്ങനെ കാര്യത്തോട് അടുക്കുമ്പം വിട്ടുകൊടുക്കാൻ നമുക്ക് ഇഷ്ടമല്ല. ദരിദ്രർക്ക് പണം കൊടുക്കുന്നതിലല്ല നിത്യജീവൻ, യേശുവിനെ അനുഗമിക്കുന്നതിലാണ് നിത്യജീവൻ, അല്ലേ? പക്ഷെ യേശുവിനെ അനുഗമിക്കണമെങ്കിലേ ചിലതിനെ വിട്ടേച്ച് പോയാലേ അനുഗമിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പൊ യേശു അതേ കയറി ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, ഓ ഞാൻ ഭയങ്കര സാഡാ, എനിക്ക് പറ്റുന്നില്ല. ഇതിന്റെ പ്രത്യേകത ഞാൻ പറയാം. അവൻ തിരിച്ചു പോയപ്പോഴേ അവന്റെ സമ്പത്ത് ഒട്ടും കുറഞ്ഞിട്ടില്ല, അല്ലേ? സമ്പത്ത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ അവൻ ദുഃഖിച്ചാ പോയത്. പിന്നെ ഈ സമ്പത്ത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതാ പ്രിയമുള്ളവരെ നമ്മൾ ആക്കേണ്ടത്. ജീവിതത്തിന്റെ ഉള്ളിന്റെ അകത്തെ ശൂന്യത, ഇത് നിറയ്ക്കാൻ കർത്താവിനല്ലാതെ ആർക്കും പറ്റത്തില്ല. എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും, എത്ര ഫാൻ ബേസ് ഉണ്ടെങ്കിലും, എത്ര പ്രശസ്തി ഉണ്ടെങ്കിലും, ശലോമോൻ രാജാവിന്റെ ഭാഷയെ പറഞ്ഞാൽ എന്താണ്? മായ സകലവും മായ. ആട്ടെ, അപ്പോൾ യേശു കർത്താവിന്റെ അടുക്ക് ചെന്ന് യേശു ശിഷ്യന്മാരോട് 23-26, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചി കുഴിയിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരോട് നിന്ന് യേശു കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞത്? ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയും. ഇങ്ങനെയാണ് ഈ ധനവാന്മാരെ എല്ലാം മഹാഭാവികളായിട്ട് സഭ അങ്ങ് മുദ്ര കുത്തിയിരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര രസമാണ്. പ്രസംഗം അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഉന്നം വെക്കുന്നത് മുഴുവൻ പണമുള്ളവനെ. ഓ, ഈ പണം എല്ലാം വെച്ചിട്ട് നീ എന്നാ ചെയ്യാൻ പോവാ? ഇതെല്ലാം ബാങ്കിനകത്ത് വെച്ചിട്ട് പ്രസംഗം കേട്ടിട്ടുണ്ടോ? വെച്ച് തകർത്തങ്ങ് പ്രസംഗിക്കും. പള്ളിപണി അങ്ങോട്ട് തുടങ്ങുമ്പോൾ ആദ്യം പോകുന്ന ആരുടെ വീട്ടിലാ? ഇവരുടെ വീട്ടിൽ തന്നെയാ പോകുന്നത്. ഞാൻ പറയും, ഇത്രയും ഡുവാലിറ്റി എന്തുകൊണ്ടാണ് കർത്താവ് ഇത് പറഞ്ഞത്? മണി ക്യാൻ ബി ആൻ ഒബ്സ്റ്റക്കിൾ, ഇല്ലെന്നല്ല, മണി ക്യാൻ ബി ആൻ ഒബ്സ്റ്റക്കിൾ. പക്ഷേ എങ്കിൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പണത്തോടുള്ള എൻ്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ, പണമില്ലാത്ത അവസ്ഥയിലും എനിക്കിരിക്കാം, ആൻഡ് ഐ ക്യാൻ സ്റ്റിൽ ബി എ ലവർ ഓഫ് മണി. എൻ്റെ ബാങ്ക് ബാലൻസ് $1 million ആകണമെന്നില്ല എനിക്ക് ആർത്തി ഉണ്ടാകാൻ. എൻ്റെ വീട്ടിൽ നയാ പൈസ ഇല്ലാത്തപ്പോഴും ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ മനോഭാവം പണത്തോടുള്ള ആർത്തി ആണെങ്കിൽ ഈ സെയിം കാര്യമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് ജനറലൈസ് ചെയ്യരുത്. ശരിയാണ്, പണത്തിനെന്നും ദൈവത്തിന്റെ സ്ഥാനം എടുക്കാൻ സാധ്യതയുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, എന്നെയും മാമോനെയും കൂടെ നിങ്ങൾക്ക് സേവിക്കാൻ ഒക്കത്തില്ല. മണി ഹാസ് എ പവർ, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇറ്റ് ഹാസ് എ പവർ ടു ഡിസ്ട്രാക്ട് യു. പക്ഷെങ്കിൽ യേശു കർത്താവ് പറയാൻ ആഗ്രഹിച്ചത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, പണത്തിന് നമ്മുടെ മേൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? സെൽഫ് റിലയൻസ്. എനിക്കൊന്നും ആവശ്യമില്ല, ഞാൻ ധനവാൻ. ഈ ലവോദീഷ്യൻ ചർച്ച്, അല്ലേ, ലവോദോക്യ സഭയോട് കർത്താവ് പറഞ്ഞ പോലെ, നിങ്ങൾക്കൊരു ചിന്തയുണ്ട്, നിങ്ങൾക്കെല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങൾ വെറും നഗ്നര. യു ആർ ജസ്റ്റ് നേക്കഡ്, യു ആർ പുവർ, നിങ്ങൾ ദരിദ്രർ. ഇപ്പൊ നിങ്ങൾക്കൊരു ചിന്തയുണ്ട്. അപ്പൊ സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന കാര്യമാണ്. ഈ ധനവാനായ ചെറുപ്പക്കാരന്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ഇതിൽ ഏതാ ചെയ്യാഞ്ഞത്? സി, ഇറ്റ് ഇസ് റിഫ്ലക്റ്റിംഗ് ഇൻ എവറി ഏരിയ. ഞാൻ സെൽഫ് സഫിഷ്യന്റ്, ഞാൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ കർത്താവ് പറയാൻ ആഗ്രഹിച്ചത്, ഇൻ എ കൾച്ചർ വെയർ വെൽത്ത് വാസ് എ സൈൻ
ഓഫ് ഗോഡ്സ് ബ്ലെസ്സിങ്. കർത്താവ് പറയാൻ ആഗ്രഹിച്ചത് നമുക്ക് വേറൊരു ലൈഫ് സ്റ്റൈൽ ആവശ്യമാണ്. അപ്പം ഇന്നത്തെ കാലത്ത് ഇത് തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഇന്നത്തെ ആളുകളുടെ പ്രസംഗങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് നിന്നെ മില്യനെയർ ആക്കണം, ദൈവത്തിന് നിന്നെ ട്രില്യനെയർ ആക്കണം. ഇത് കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ്. കാരണം എന്നാ, അവർ ഫ്ലഷ് ലൈക്സ് ടു ലിസൺ ടു ദിസ് മെസ്സേജ്. ആർക്കാ ഇഷ്ടമില്ലാത്ത? ഇപ്പൊ എന്നോട് വന്നു, ചെറിയ നാളെ യു വിൽ ബിക്കം എ ബില്യനെയർ. കേൾക്കാൻ നല്ലതല്ലേ? നമുക്ക് എന്നാ പ്രശ്നം? നമുക്ക് സന്തോഷമേ ഉള്ളൂ, കൂടുതൽ പണം, നൈസ്. സോ ഈ ഒരു കൾച്ചറിൽ വേർ വെൽത്ത് ഈസ് റിഗാർഡഡ് ആസ് എ സൈൻ ഓഫ് ഗോഡ്സ് ബ്ലെസ്സിങ്, കർത്താവ് ഇതിനെ ഒന്ന് തിരിക്കുക. എന്ന് പറഞ്ഞ് നിങ്ങൾ പാപ്പരാകണമെന്നല്ല കർത്താവ് പറയുന്നത്. യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി, അതാണ് ഇമ്പോർട്ടൻറ്റ്, അല്ലേ? അത് വളരെ ഇമ്പോർട്ടൻറ്റ്. സോ ലെറ്റ് മണി നോട്ട് ബി എൻ ഒബ്സ്റ്റക്കിൾ. മണി ഈസ് എ ബ്ലെസ്സിങ് ആസ് ലോങ് ആസ് ഇറ്റ് ഫ്ലോസ്, അല്ലേ? എത്ര പണം ഉണ്ടെങ്കിലും നല്ലതാണ്, അത് ഒഴുകട്ടെ, മറ്റുള്ളവർക്കൊരു ബ്ലെസ്സിങ് ആയി മാറട്ടെ, ദൈവരാജ്യത്തിനൊരു ബ്ലെസ്സിങ് ആയി മാറട്ടെ. അതുകൊണ്ട് I have seen in my life people who have a lot of money who are very godly. And I've seen a lot of people with a lot of money who are ungodly. Likewise, I've seen people who don't have money who are godly and people who don't have money who are ungodly. അപ്പോൾ എല്ലാ കാറ്റഗറിയിലും ആളുകളുണ്ട്. ബട്ട് ലെറ്റ് മണി നോട്ട് ബി എൻ ഒബ്സ്റ്റക്കിൾ എന്നുള്ള കാര്യമാണ്. അപ്പോൾ പെട്ടെന്നൊരു ചോദ്യം, എന്തുവാ? യേശു അവരെ നോക്കി, അല്ല, അത് കേട്ടിട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയം. എന്നിട്ട് പറഞ്ഞു, അങ്ങനാണെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? തമാശ രൂപത്തിലാണ് കർത്താവ് പറഞ്ഞത്. ഒട്ടക സൂചിക്കുഴലിലൂടെ കയറുന്നതാണ് ഇച്ചിരുടെ എളുപ്പം. തമാശ. ഇറ്റ് വാസ് എ ഹ്യൂമറസ് സ്റ്റേറ്റ്മെന്റ്. അപ്പം ശിഷ്യന്മാരെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ ആര് രക്ഷിക്കപ്പെടും? ആരും രക്ഷിക്കപ്പെടത്തില്ലല്ലോ. ആര് രക്ഷിക്കും? അപ്പൊ കർത്താവ് പറയും, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യം. അപ്പൊ അങ്ങനെ ചോദിച്ച ഉടനെ അവസാനം ശിഷ്യന്മാർ ചോദിക്കുക, 27 മുതൽ 30 വരെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എന്തോ ചോദ്യം? പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ട് കളഞ്ഞ് വന്ന എല്ലാം കളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. എങ്കിലും മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാരും മുമ്പന്മാരും ആകും. അപ്പോൾ പെട്ടെന്ന് പത്രോസിന് ഉള്ളിലൊരാഗ്രഹം. പണത്തെക്കുറിച്ചുള്ള ചോദ്യമല്ലേ? കർത്താവിനോട് എന്നിട്ട് പറഞ്ഞു, കർത്താവ്, ഞങ്ങളെല്ലാം വിട്ടു, പടകും വിട്ടു, വലയും വിട്ടു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? ഉടനെ കർത്താവ് പറയുന്നുണ്ടോ? പോ സാത്താനെ പറയുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജെനുവിൻ ക്വസ്റ്റ്യൻസിന് കർത്താവ് നമ്മളെ വഴക്ക് പറയത്തില്ല. നമ്മളിത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഉടനെ സ്പിരിച്വലൈസ് ഒന്നും ചെയ്യണ്ട. പത്രോസ് എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാൾ വന്നൊന്ന് ചോദിക്കാന്ന് വിചാരിച്ചോ, ഇതെല്ലാം വിട്ടുവെച്ച് ഞങ്ങൾക്ക് എന്നാ കിട്ടും? ഓ, ഇവൻ എന്നൊരു ജഡീകനാ, ഇവന്റെ ചിന്ത ഇത് മാത്രമേ ഉള്ളൂ, പണം 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 പണം. പത്രോസ് വളരെ നാച്ചുറലായിട്ട് ചോദിച്ചു, കർത്താവ്, ഞങ്ങൾ ഇതെല്ലാം വിട്ട് നിന്റെ പുറകെ വന്നത്, ഞങ്ങൾക്ക് വല്ലതും കിട്ടുമോ? പറ, എന്തേലും കിട്ടുമോ? അപ്പൊ കർത്താവ് ശകാരിക്കുന്നില്ല, നല്ലൊരു റെസ്പോൺസ്. എന്താ പറയുന്നറിയാം? ദൈവം ഒരുത്തിനും കടക്കാരനല്ലെന്ന്. എന്ന് പറഞ്ഞാൽ, എടാ പത്രോസേ, നീ എനിക്ക് വേണ്ടി പടകും വലയും വിട്ടല്ലോ. നിനക്ക് കിട്ടാനിരിക്കുന്നത് വരുവാനിരിക്കുന്ന ലോകത്തിൽ മാത്രമല്ല, ഈ ലോകത്തിലും 100 മടങ്ങ് നിനക്ക് കിട്ടിയിരിക്കും. അപ്പോ കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്തു കൊടുത്താലും, കേട്ടോ, ഈ ലോകത്തിൽ അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്, വരുവാനിരിക്കുന്ന ലോകത്തിനും അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്. ഈ ചില കമ്പനികളൊക്കെ ആളുകളെ ലേ ഓഫ് ചെയ്യുമ്പോഴേ ഓടി വന്ന് പറയും, ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി എത്ര അധ്വാനിച്ചാന്നറിയാമോ, ഞാൻ എൻ്റെ ഏറ്റവും നല്ല ഇവരെന്നെ എനിക്ക് വേണ്ടി ചെയ്തു പറയും, സങ്കടപ്പെട്ട്. എന്തോ ചെയ്യും. ചില ഓർഗനൈസേഷൻസ് ജോയിൻ ചെയ്യുന്നവരുണ്ട്, ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ. അയ്യോ, ഞാൻ ഈ ഓർഗനൈസേഷന് വേണ്ടി എന്ത് ചെയ്തു അറിയോ, ഇപ്പൊ ഇവരെന്നെ കരിവേപ്പിലെ കളയുന്ന പോലെ എടുത്ത് കളയും. യഥാർത്ഥമായി ക്രിസ്തുവിന് വേണ്ടി സകലവും ഉപേക്ഷിച്ച ഒരാള് ജീവിതത്തിന്റെ അവസാനം വന്ന് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണേ, കേട്ടോ. എനിക്ക് ആ വ്യക്തി ഒന്ന് കാണാൻ വേണ്ടി. കർത്താവിന് വേണ്ടി നല്ല യൗവനം കളഞ്ഞ വ്യക്തി, കർത്താവിന് വേണ്ടി സാധ്യതകൾ കളഞ്ഞ വ്യക്തി,
കർത്താവിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തി, തൻ്റെ ജീവിതത്തിന്റെ യഥാർത്ഥമായി കേട്ടോ, ഈ ഷോ ബിസിനസ്സും പരിപാടിയും ഒന്നല്ല ഞാൻ ഈ പറഞ്ഞത്, യഥാർത്ഥത്തിൽ അവസാനത്തെ തൻ്റെ ജീവിതത്തിന്റെ അവസാനം, എന്നാലും ഞാൻ അത് ചെയ്ത് ഭയങ്കര നഷ്ടമായി പോയി, ഞാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം കേട്ടോ. എത്രയോ ദൈവമക്കളുടെ ഡെത്ത് ബെഡിന്റെ അടുത്ത് ഞാൻ ഇരുന്നിട്ടുണ്ട്. ഈ ചെറുപ്രായത്തിൽ എത്രയോ, അയ്യോ, കർത്താവിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായത് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായി, ഏറ്റവും വലിയ ഭാഗ്യമായി കരുതിയ ദൈവമക്കൾ. നിലങ്ങളും സാധ്യതകളും പണവും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വലിച്ചെറിഞ്ഞു കളഞ്ഞ വ്യക്തികൾ അവരുടെ ജീവിതത്തിന്റെ അവസാനം ഇതുപോലെ തൃപ്തിയോടെ മരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മറുവശവും കണ്ടിട്ടുണ്ട്, മറുവശവും കേട്ടിട്ടുണ്ട്. ജീവിതം മുഴുവൻ വെട്ടിപ്പിടിച്ച് കൂട്ടി 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 അത് വെച്ച് ഇത് വെച്ച് അങ്ങനെ വെച്ച് മക്കൾക്ക് വേണ്ടി കരുതി, അങ്ങനെ ജീവിതത്തിന്റെ അവസാനം വട്ടപൂജ്യമാണെന്ന് പറഞ്ഞ ആളുകൾ എനിക്കറിയാം. വട്ടപൂജ്യം. അപ്പൊ കർത്താവ് എന്നാ പറഞ്ഞേ? പത്രോസേ, ഈ ദൈവം ഉണ്ടല്ലോ ആർക്കും കടക്കാരനല്ല. ഹി ഓൺസ് ദ കാറ്റൽ ഓൺ 1,000 hills. ഈ പൊന്നും വെള്ളിയൊക്കെ അവൻ്റെതാ. പിന്നെ എന്തുവാ ഈ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പൊന്നും വെള്ളിയല്ലേ. പിന്നെ ദൈവരാജ്യത്തിന് വേണ്ടി നീ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ? ദൈവത്തിന് വേണ്ടി ഒരു നിലം എഴുതി കൊടുത്തു, 100 മടങ്ങ് നിനക്ക് തന്നിരിക്കുമോ എന്നുള്ളതിന് സംശയമില്ല. ഉപദേശിയുടെ മകനാ ഞാൻ കേട്ടോ, സുവിശേഷകന്റെ മകനാ. സുവിശേഷകന്റെ മകൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറയട്ടെ. എൻ്റെ മാതാപിതാക്കൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സകലവും കൊടുത്തവരാ, സകലവും. കുഞ്ഞിലെ ഞാൻ ഓർത്ത് ഇതുപോലെ മണ്ടത്തരം ഇവർ കാണിച്ചു കൂട്ടിയതിന് ഒരു കയ്യും കണക്കുമില്ലെന്ന് വിശ്വസിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും എൻ്റെ മക്കളെ പോലെ ബോധമൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ ഓർത്ത് ഇതെന്തോ മെഗാ മണ്ടത്തരം ഇവർ കാണിച്ചു കൂട്ടിയിരിക്കുന്നു. മര്യാദയ്ക്ക് നല്ല വീട്ടിലും നല്ല കാറും എന്തോ ഈ കാണിച്ചു കൂട്ടി. ഇപ്പം എനിക്ക് കുറച്ച് പ്രായമായി, കുറച്ച് എക്സ്പീരിയൻസ് ആയി, കർത്താവിനെ അറിഞ്ഞു, ലോകം കണ്ടു. ഞാനൊരു കാര്യം പറയട്ടെ, 100 മടങ്ങെന്ന് പറയുന്നത് കുറച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറയാ, ഈ ദൈവം ആർക്കും കടക്കാരനല്ല, ആർക്കും കടക്കാരനല്ല. നമ്മളത് മറന്നുപോയാലും, നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചിലവാക്കിയത് മറന്നുപോയി, സ്വർഗത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഒന്നും കണക്കിടാതെ പോകത്തില്ല. സകലതും അവൻ 100 മടങ്ങ് തരും, സകലതും. അതാണ് ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ചെലവാക്കുന്നതിന് മുമ്പ് കർത്താവ് ചിലപ്പോൾ ചോദിക്കും, നിന്റെ അടുത്ത 2 വർഷം എനിക്ക് വേണം. അപ്പൊ യൗവനക്കാരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അയ്യോ കർത്താവേ, പക്ഷെ എൻ്റെ ഈ നല്ല കാലം പോയാൽ ഞാൻ എന്ത് ചെയ്യും? മോനെ, നിനക്കൊരു ഐഡിയ ഇല്ല. നീ കർത്താവിന് വേണ്ടി 2 വർഷം കൊടുത്താൽ ഒരായുസ് മുഴുവൻ നിന്നെ അനുഗ്രഹിക്കാൻ കർത്താവിന് കഴിയും. ഇതൊന്നും നഷ്ടമല്ല. ഇപ്പൊ ഇന്ന് 3 മണിക്ക് ഡോക്ടർ അർപ്പിത്തും എയ്മിയും വരുന്നുണ്ട്. നല്ല യൗവനം, മതിപ്പുരയുടെ ആ ബീഹാർ കുഗ്രാമത്തിൽ കർത്താവിന് വേണ്ടി ഇത്ര ഹൈലി ക്വാളിഫൈഡ് 2 ഡോക്ടർമാരെ എറിഞ്ഞു കളഞ്ഞു. അവരുടെ ക്ലാസ്മേറ്റ്സ് ടോപ്പ് ആളുകളാണ്. എൻ്റെ പെങ്ങളുടെയും ആളിയൻ്റെയും വെരി ക്ലോസ് ഫ്രണ്ട്സ്. അവർ നമ്മുടെ കഴിഞ്ഞ മെഡ്ഗോ കോൺഫറൻസിന്റെ മെയിൻ സ്പീക്കറായിരുന്നു ഡോക്ടർ അർപ്പിത് മാത്യു. മതിപ്പുരയിൽ എന്തിനാ ഇതെല്ലാം കൂടെ വലിച്ചെറിഞ്ഞു കളയുന്നത്? എന്തിന്? ഫോർ വാട്ട്? പ്രിയമുള്ളവരെ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അർപ്പിത് മാത്യു ആൻഡ് എയ്മി മാത്യുവിന് 100 മടങ്ങ് ദൈവം ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും. ഞാൻ പറയട്ടെ, ഈ ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി കളഞ്ഞ് ഈ മരണക്കിടക്കെ കിടക്കുമ്പോൾ അർപ്പിത്ത് നോക്കിയിട്ട് പറയൂ, ഇതൊരു മെഗാ മണ്ടത്തരമായിരിക്കും. ഒരിക്കലും പറയത്തില്ല. ഞാൻ എഴുതി വെച്ച് തരാം. ഒരിക്കലും പറയാൻ പോകുന്നത് എന്നാന്നറിയോ? നല്ല പൊരുതു, ഓട്ടം തികച്ചു. കർത്താവ് എൻ്റെ നല്ല പ്രായത്തിൽ ഇത് ചെയ്യാൻ ബോധം എനിക്ക് തന്നല്ലോ എന്നേ അവർ പറയത്തുള്ളൂ. ഇതാ കർത്താവ് പറയുന്നത്. പക്ഷെ വി നീഡ് ടു ലേൺ ടു ടേക്ക് ജീസസ് അറ്റ് ഹിസ് വേർഡ്സ്. നമ്മുടെ പ്രശ്നം എന്നാന്നറിയോ? ഇതെല്ലാം നമുക്കറിയാം. നമ്മൾ എന്നാലും ഈ കർത്താവ് പറയുന്ന അതൊക്കെ ഉണ്ട്, എന്നാലും ഉണ്ടല്ലോ. യു ടേക്ക് ജീസസ് അറ്റ് ഹിസ് വേർഡ്. എൻ്റെ ചാലഞ്ചാണ്, ഓപ്പൺ ചാലഞ്ച് ടു പീപ്പിൾ ഹു ആർ ലിസണിങ് ടു മീ ദിസ് ഈവനിങ്. യു ടേക്ക് ജീസസ് അറ്റ് ഹിസ് വേർഡ് ആൻഡ് യു പ്രൂവ് മീ റോങ്. യു പ്രൂവ് മീ റോങ്. കർത്താവ് പറയാ, പത്രോസേ,
ഞാൻ ചോദിക്കുന്നത് എന്നറിയും, പത്രോസ് ഇനി മീൻ പിടിച്ചെന്ന് വിചാരിച്ചു. മീൻ പിടിച്ചു വലിയ ഫിഷറീസ് കമ്പനി അങ്ങ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു. നല്ല കാര്യം, ദൈവം അനുഗ്രഹിക്കട്ടെ പത്രോസിന്. ആട്ടെ, ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം, പ്രിയമുള്ളവരെ, ഇന്ന് സഭയുടെ ഒരു മെയിൻ കണ്ണിയായി, ഒരു തൂണായി ദൈവം ആ മനുഷ്യനെ എടുത്ത് ഉപയോഗിച്ച്. പത്രോസ്, ഇനി ജസ്റ്റ് ഇമാജിൻ, ഞാൻ ഈ പ്രസംഗിക്കുന്ന കേട്ട് പത്രോസ് പറയുകയാണ്, എന്നാലും ആ പടക് കളയണ്ടായിരുന്നു. യോ പറയൂ, അത് കളയണ്ടായിരുന്നു. അത് നമുക്ക് ആ ബിസിനസ് നമുക്കൊന്ന്, പ്രത്യേകിച്ച് കർത്താവ് വന്ന് അത്ഭുതമൊക്കെ ചെയ്തപ്പോൾ വലിയ മെഗാ റിസൾട്ടായിരുന്നു. നമുക്ക് ആ സാധനം ആ സമയത്ത് നമുക്കൊന്ന് ഡബിൾ ഇൻവെസ്റ്റ് ചെയ്ത് 2 ഫാക്ടറിയും കൂടെ തുടങ്ങിയിരുന്നെങ്കിൽ എത്ര. പത്രോസ് അതാന്ന് പറയുന്നത്. പത്രോസ് ദൈവസഭ വളരുന്ന കാണുമ്പോൾ എന്താ പറയുന്നറിയോ? എൻ്റെ കർത്താവേ, അന്ന് എന്നെ വന്ന് വിളിച്ച നിന്റെ വലിയ കൃപയ്ക്ക് സ്തോത്രം. അന്ന് ആ പടകും വലയൊക്കെ കളയാൻ എന്നെ ഉള്ളിൽ തോന്നിപ്പിച്ചല്ലോ, സ്തോത്രം. ഇത്രയും നല്ല തീരുമാനം എൻ്റെ ആയുസ്സിൽ ഞാൻ എടുത്തിട്ടില്ലെന്നല്ലേ പറയത്തുള്ളൂ. അതുകൊണ്ടാ ലെറ്റ് us ടേക്ക് ജീസസ് അറ്റ് ഹിസ് വേർഡ്. അവന്റെ വാക്കിനാൽ വലയിറക്കുവാൻ. കർത്താവ് എന്തുവാ നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? യു ടേക്ക് ദ ജംപ്, യു ടേക്ക് ദ ലീപ്പ്, യു ടേക്ക് ദ റിസ്ക്. കർത്താവ് പറഞ്ഞിട്ടുണ്ടോ, യു ഡു ഇറ്റ്. ബാക്കി കാര്യം കർത്താവ് നോക്കും. നമ്മളെയും നോക്കും, നമ്മുടെ മക്കളെയും നോക്കും, നമ്മുടെ ചുറ്റുപാടുകളെയും നോക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ അവൻ നോക്കും. അവൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ നോക്കുന്നതിനെക്കാട്ടും ബെറ്ററാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉള്ള കാര്യം ഞാൻ പറയാം. നമ്മൾ നോക്കി എത്ര നോക്കും, എത്ര കരുതും. മക്കൾക്ക് വേണ്ടി കരുതണം, അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. ഇതെല്ലാം ഞാൻ അതിന് 100% ഫോറാ കേട്ടോ. അങ്ങനെയാണ് ദൈവം കുടുംബത്തെ ആക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കി എത്ര നോക്കും? അതാ ഞാൻ ചോദിക്കുന്നത്, എത്ര നോക്കും? ഹൗ മച്ച് ക്യാൻ യു ടേക്ക് കെയർ ഓഫ് ദിം? കർത്താവ് നോക്കിയാലോ അതിമനോഹരമായിട്ട് ചെയ്യും. സോ ലെറ്റ് ഹിം ഡു ഇറ്റ്, ലെറ്റ് ഹിം ബിൽഡ് ആ ഹൗസ്. ആട്ടെ, നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഇന്ന് 3 വിഷയങ്ങളാണ്. 1 വിവാഹം, 2 ഉപേക്ഷണം, 3 പണമിടപാടുകൾ. ഈ മേഖലകളിലെല്ലാം കർത്താവ് നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കുടുംബജീവിതങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, കർത്താവ് 2 അല്ല, ഞങ്ങൾ ഒരു ദേഹമായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് ഞങ്ങളെ കർത്താവ് നയിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ പണത്തോടുള്ള ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പലപ്പോഴും, കർത്താവെ, പണത്തിന് ഞങ്ങളുടെ മേൽ കൂടുതൽ സ്വാധീനമുണ്ട്. ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പണത്തെ ബേസ് ചെയ്താണ്. ആ ഒരു ശക്തിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പണത്തെ ഒരു അടിമയായി കാണുവാൻ, യജമാനനായി കാണാനല്ല, കർത്താവ് മാത്രം ഞങ്ങളുടെ യജമാനനായി കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, വില കൊടുക്കാൻ സമയമാകുമ്പോൾ വില കൊടുക്കാൻ ഞങ്ങളെയൊക്കെ പ്രാപ്തിപ്പെടുത്തണമേ. കർത്താവെ, നിന്റെ വചനം അനുസരിച്ച് ഞങ്ങൾ എന്തെങ്കിലും നിനക്കും നിന്റെ രാജ്യത്തിനും വേണ്ടി ഞങ്ങൾ കളഞ്ഞാൽ 100 മടങ്ങ് തരുവാൻ കർത്താവ് വിശ്വസ്തനാകയാൽ സ്തോത്രം. നീ ആർക്കും കടക്കാരനല്ലല്ലോ കർത്താവെ. ഈ സകല പ്രപഞ്ചത്തെയും നിന്റെ വായിലെ വചനം കൊണ്ട് സൃഷ്ടിച്ച അങ്ങ് ഞങ്ങളുടെ കാര്യം നോക്കുവാൻ അങ്ങ് വിശ്വസ്തനാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ബലത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.